Hello, Muckles! Welcome back to Sala Learning. It's me, Sri Bhama SB. മക്കളെ ഇതാ കുറേ കാലത്തിന് ശേഷമല്ലേ ഇതാ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വെക്കേഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ എല്ലാവരും ഹാപ്പി അല്ലേ? എടാ മോനെ ഹാപ്പി അല്ലേ ചോദിക്കുന്ന പോലെ എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? അപ്പോൾ വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ വിശേഷങ്ങൾ കേട്ടിട്ട് ഒരുപാട് ദിവസമായി അല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, സുഖമായിട്ടിരിക്കുന്നോ, അടിപൊളിയാണോ, സെറ്റാണോ എന്നൊക്കെ മിസ്സിന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. സോ എല്ലാ മക്കളും ഹാപ്പി അല്ലേ, സെറ്റ് അല്ലേ, പൊളിയല്ലേ, പവർ അല്ലേ എന്നൊന്ന് അറിയിക്കുക. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. വലിയ കോംപ്ലിക്കേഷനുള്ള ഒരു കാര്യമല്ല. കാരണം നിങ്ങൾ വെക്കേഷൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്തൊക്കെയാണ് വെക്കേഷൻ പരിപാടി? കുറേ പേര് വെക്കേഷൻ ഓരോരോ പരിപാടികൾ പ്ലാൻ ചെയ്യും. അങ്ങോട്ടേക്ക് പോകണം, ട്രിപ്പ് പോകണം, അത് പോകണം, ഇത് പോകണം, ഫുള്ളൊന്ന് റിലാക്സ് ചെയ്യണം മിസ്സേ, പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഹാങ് ഓവറൊക്കെ ഒന്ന് മാറ്റി സമാധാനപരമായിട്ടിരിക്കണം എന്ന് പലരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ വെക്കേഷന് എൻ്റെ മക്കളുടെ എന്താണ് പരിപാടി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. അതാരും മറന്നു പോകരുത്. അപ്പോൾ വെക്കേഷന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് പ്ലാനുകൾ സെറ്റ് ചെയ്താലോ? അപ്പം നിങ്ങൾക്ക് ഓൾറെഡി കുറേ പ്ലാനുകൾ ഉണ്ടായിരിക്കാം, ഓരോരുത്തർക്കും ഓരോരോ പ്ലാനുകൾ ഉണ്ടായിരിക്കാം. മിസ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാനുകൾ പറഞ്ഞു തന്നാലോ? നിങ്ങൾ ഇത് വെച്ചിട്ടൊന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കുഞ്ഞതായിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ? അപ്പം എങ്ങനെയാ നമ്മുടെ വെക്കേഷൻ പ്ലാൻ? നമുക്ക് നേരെ പോകല്ലേ, നമ്മുടെ പരിപാടിയിലോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുറച്ച് ദിവസം ഉണ്ടല്ലോ അല്ലേ? അത്യാവശ്യം ദിവസം ഉള്ളതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? മൈൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കുക, നിങ്ങളുടെ ബോഡി ഒന്ന് ഹെൽത്തി ആക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്ത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് അല്ലേ? കുറച്ച് നേരം മതി. നിങ്ങൾക്ക് എപ്പോഴാണോ ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് ഇരുന്നിട്ട് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങളുടെ ബോഡി കുറച്ച് ബിൽഡപ്പ് ആവും. അപ്പം അങ്ങനെ ബോഡി സെറ്റ് ആയാലേ, ഹെൽത്ത് റെഡി ആയാലേ ബാക്കി എല്ലാ സാധനങ്ങളും പറയാൻ പറ്റും. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ അല്ലേ? അപ്പൊ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവരെ കുറച്ചായിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ കുറച്ച് എക്സസൈസും കാര്യങ്ങളും ചെയ്താൽ കുറച്ചും കൂടെ പവർ ആയിരിക്കും. റെഡി? ഇനി അടുത്തത് നമുക്ക് ഗെയിംസുകൾ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ ഗെയിംസുകൾ ഉണ്ടായിരിക്കും. മൊബൈൽ ഫോണിലുള്ള ഗെയിംസുകൾ അല്ലാണ്ട് പണ്ട് കാലത്തൊക്കെ മിസ്സൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് മിസ്സിനൊക്കെ ഉണ്ടായിരുന്ന പരിപാടി എന്താ അറിയോ? കക്ക് കളിക്കുക, നിറം നോക്കിയിട്ട് ഓടുക, പച്ച നിറം മഞ്ഞ നിറം പറയുമ്പോൾ നമ്മൾ ഓടിപ്പിടിക്കുക, അതുപോലെ സാറ്റ് കളിക്കുക, അങ്ങനെ ഭയങ്കര രസമുള്ള കളികൾ ഒരുപാട് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഒരുപാട് മാറി. ഇപ്പോൾ ഫോണാണ് നമ്മുടെ മെയിൻ ഐറ്റം അല്ലേ? അപ്പോൾ ഫോണിൽ തന്നെ നമ്മൾ ഇന്ത്യയുടെ ഗെയിമും കാര്യങ്ങളും കളിക്കുക, പബ്ജി അത് ഇതൊക്കെ കളിക്കുകയാണ്. അത് കുറച്ച് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള നിങ്ങളെല്ലാവരും കൂടെ, ഇപ്പോൾ ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, അതൊക്കെ ഗെയിംസ് ആണ്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ കുറച്ചും കൂടെ ഹെൽത്തി ഗെയിംസുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെ രസമുള്ള പരിപാടിയല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള പരിപാടിയില്ലേ? എല്ലാവരും പോയിട്ട് ഒരു ഗെയിമൊക്കെ കളിക്കാന്നുള്ളത്. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ് ബുക്ക് റീഡിങ്. നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് ബുക്സുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്കുകളാവാം, ഇംഗ്ലീഷോ മലയാളമോ ഏതോ ലാംഗ്വേജ് ആയിക്കോട്ടെ, കുറച്ച് നോവൽസുകൾ, അതുപോലെ തന്നെ കുറച്ച് എഴുത്തുകാർ എഴുതിയിട്ടുള്ള നല്ല ബുക്സുകൾ എൻ്റെ മക്കൾക്ക് വായിക്കാം. കവിതകൾ വായിക്കാം, കഥകൾ വായിക്കാം, വലിയതായിട്ടുള്ള ഇപ്പോൾ വേണമെങ്കിൽ എന്താ പറയുക, ആത്മകഥ അത് വായിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ബുക്കാണോ വായിക്കാൻ ആഗ്രഹം അത് കുറച്ച് റീഡിങ് എബിലിറ്റി കുറച്ചും കൂടെ കൂട്ടാം. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം ഓറിയൻ്റ് ആയിട്ട് പഠിച്ചിട്ട് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുക്ക് റീഡിങ്ങും അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് വൊക്കാബുലറി കൂടി കിട്ടും, അതുപോലെ തന്നെ കുറച്ചും കൂടെ മെമ്മറി കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അതിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ബുക്ക് റീഡിങ്. ഓക്കെ, അടുത്തത് ഡാൻസ്, പാട്ട്, ഇതൊക്കെ പലർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ പലരും വെക്കേഷൻ ക്ലാസ്സുകളിലൊക്കെ പോകാനും തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കലാകായിക പരിപാടികൾ, ഇപ്പോൾ ഏതോ ആയിക്കോട്ടെ, ഡാൻസോ പാട്ടോ അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് പങ്കെടുക്കുക. അതിനുവേണ്ടി കുറച്ച് പഠിക്കുക. അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഡാൻസ് പഠിക്കുക എന്നുള്ളവർ പോയിട്ട് ഡാൻസ് ക്ലാസ്സിന് ചേരൂ, പാട്ട് പഠിക്കുന്നവർ പാട്ട് ക്ലാസ്സിന് ചേരൂ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്കില്ല്, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കഴിവ്, പലർക്കും ഉണ്ടായിരിക്കും. എന്ത് അടിപൊളിയായിട്ട് പാടുന്ന മക്കളുണ്ടെന്നറിയോ? നമ്മൾ ഓരോ ക്ലാസ്സിന് പോകുമ്പോഴാണ് നമ്മളറിയാം ഇത്രയും അടിപൊളിയായിട്ട് പാടുന്ന മക്കളുണ്ട്, ഇത്ര അടിപൊളി സ്കില്ലുള്ളവർ, ഡ്രോയിങ് ചെയ്യുന്നവരുണ്ട്, ആർട്ടുകൾ ചെയ്യുന്നവരുണ്ട്, ആൻഡ് അതേപോലെ ശാസ്ത്ര സാഹിത്യമേളയിലൊക്കെ പോകുന്ന സമയത്ത് ക്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കഴിവുകൾ എൻ്റെ മക്കൾക്ക് ഉണ്ടായിരിക്കും. അത് കുറച്ച് വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഈ ഒരു അവധിക്കാലം എൻ്റെ മക്കൾ അടിപൊളിയായിട്ട്, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് ആണെന്ന്, നിങ്ങൾക്ക് ആ ദിവസങ്ങളാണെന്ന് തോന്നുന്ന രീതിയിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം നിങ്ങൾ 7ാം ക്ലാസ് ആണല്ലോ, 6ാം ക്ലാസ് പഠിച്ചൊക്കെ സ്വാഭാവികമായിട്ട് മറന്നു കാണും. 5ാം ക്ലാസ് പഠിച്ചത് അതിലും ഉപരി നിങ്ങൾ മറന്നു കാണും. എന്നാൽ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് നിങ്ങൾക്ക് ഓരോരോ വർഷം കഴിയുമ്പോഴും എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യുന്നത്? വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ 7ൽ പറയുന്നത് 6ലും 5ലും പഠിച്ചതിൻ്റെ ബാക്കി കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ടച്ച് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന സമയത്ത് എന്ത് ചെയ്യുക? കുഞ്ഞായിട്ട് ബുക്സ് ഒന്ന് മറച്ചു നോക്കാം.
പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? റിവിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഫുള്ള് കുത്തിയിരുന്ന് പഠിക്കണം എന്നല്ല പറയുന്നത്. കുറച്ച് സമയം എന്ത് ചെയ്യുക, കുറച്ച് സമയം പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക, മറന്നു പോകാതിരിക്കുക. അപ്പോഴാണ് നമുക്ക് എപ്പോഴും പ്രശ്നം വരെ നിങ്ങളുടെ പരീക്ഷ സമയമാകുമ്പോൾ മിസ്സേ മറന്നുപോയി, പഠിച്ചൊന്നും ഓർമ്മയില്ല കേട്ടോ, സീനാണെന്ന് പറയുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ് ഇപ്പോൾ ഉള്ള ദിവസത്തിൽ ഒരു 5 or 10 വേണ്ട ഒരു മാക്സിമം ഒരു ഹാഫ് അവർ നിങ്ങൾ എടുത്താൽ മതി, ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെമ്മറി കൂട്ടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ മറന്നു പോകാന്നുള്ള പ്രശ്നം പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വരില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യം കൂടെ എൻ്റെ മക്കൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ബേസിക് മുതൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം നിങ്ങൾ ആദ്യം മുതൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എങ്കിലും എനിക്കൊന്നും കൂടെ ആദ്യമായിട്ട് പഠിക്കാൻ നോക്കാമായിരുന്നു, കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് പഠിക്കാനോ എന്ന് ആഗ്രഹിക്കുന്ന മക്കൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ USS പോലെയുള്ള സ്കോളർഷിപ്പ് എക്സാമുകൾ നിങ്ങളുടെ 7ാം ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പലരും ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് ആദ്യത്തെ സ്കോളർഷിപ്പ് എക്സാം, ലൈക്ക് USS, LSS നിങ്ങൾ എഴുതി കാണും, ആൻഡ് USS. അപ്പോൾ USSനെ പറഞ്ഞാൽ കടുത്ത പ്രിപ്പറേഷൻ വേണടാ. കാരണം എന്താ വെച്ചാൽ ഇഷ്ടം പോലെ ആളുകൾ, ഇപ്പം എൻ്റെ ക്ലാസ് കാണുന്നപ്പോൾ ഒരാളാണ് നിങ്ങളല്ലേ, അപ്പോൾ ഇതുപോലെ ഇഷ്ടം പോലെ ഒരാളുടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് USSന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കോമ്പറ്റേറ്റീവ് ചെയ്ത് അതിന് സെലക്റ്റീവായി അതിൽ തന്നെ എക്സാം എഴുതി കിട്ടുന്നവരെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ ആ ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ടെന്ന് മിസ്സിന് അറിയാം. സോ അതിനൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ USS ആയിക്കോട്ടെ, നമ്മുടെ ഈ പ്രാവശ്യത്തെ മുമ്പേ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ നല്ലത്. ഒരു മുഴം മുമ്പേ എന്നൊക്കെ പറഞ്ഞതുപോലെ കുറച്ച് മുമ്പേ നിങ്ങൾ പഠിച്ചു നോക്കുക, അടിപൊളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് മുമ്പേ പഠിച്ചു നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈലം നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മക്കളെ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മക്കൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഇപ്പം തന്നെ തുടങ്ങുകയാണ്. വെക്കേഷൻ ക്ലാസ്സുകൾ തന്നെ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ പുതിയൊരു വർഷത്തിലോട്ട് സ്കൂളിലോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ക്ലാസ്സിന് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് എല്ലാവരേക്കാൾ മുമ്പേ ഷട്ടപടയുന്ന ആൻസർ ചെയ്യാം, USSന് വേണ്ടി പഠിക്കാം, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തുകൂടെ? സോ അതിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് അതുപോലെ ഡെയിലി ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും, സ്ലൈഡ്സ് കിട്ടും, അതൊക്കെ എൻ്റെ മക്കൾക്ക് അറിയാം. ആൻഡ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എൻ്റെ മക്കൾക്ക് കിട്ടും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കിനി വരാൻ പോകുന്ന ആദ്യത്തെ പരീക്ഷ ഓണപ്പരീക്ഷയായിരിക്കും. അപ്പോൾ അതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് എൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തരും, ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരും. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻസ് കിട്ടി വരുമ്പോൾ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അതുമുണ്ട്. അതുപോലെ ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പുതിയൊരു സാധനം ഇപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് സംസാരിക്കാം, കാര്യങ്ങൾ സെറ്റ് ചെയ്യാം, സ്ലൈഡ്സും കാര്യങ്ങളും കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വരുന്നത് ഒരു വർഷത്തിന് 2750. ആലോചിച്ച് നോക്കടാ, കുഞ്ഞ് പൈസയേ ഉള്ളൂ. നമ്മൾ ഒരു വർഷത്തിനാണ് ഇത്രയും കുഞ്ഞ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് മിസ്സായി പോവില്ല. നിങ്ങളുടെ USSന് വേണ്ടിയിട്ടും നിങ്ങളുടെ നല്ലൊരു വർഷത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് നമ്മുടെ ഈ ബാച്ചിലോട് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആരെയും മറന്നു പോരുത്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ നമ്പർ കൊടുത്തിട്ടില്ലടാ, 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ സെറ്റാക്കുക, റെഡിയാക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ വെക്കേഷൻ കുറച്ചുകൂടി അടിപൊളിയാക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വെക്കേഷൻ. താങ്ക് യു സോ മച്ച് മക്കളെ. ബൈ, സീ യു അടുത്ത വീഡിയോയിൽ. ഇനിയും കാണാം. ഹാപ്പി വെക്കേഷൻ കാണുന്നില്ല അല്ലേ? യെസ്, ഹാപ്പി വെക്കേഷൻ ഡിയേഴ്സ്. എല്ലാവർക്കും അടിപൊളിയാക്കുക, സെറ്റാക്കുക. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു ഡിയേഴ്സ്. ഇനിയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് കാണാം. അതുവരേക്കും ബൈ, സീ യു ഡിയേഴ്സ്.